ജോണച്ചായ ഉണ്ടായിരുന്നു ഇവിടെ. നിനക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു. ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്ന് മമ്മയോട് ചോദിച്ചു. മമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മമ്മയുടെ അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ? അപ്പോഴാണോ ഇവക തമാശ? മമ്മ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചു. വേണ്ട, ഞാനത് അപ്പോഴേ വിട്ട്. ഇത് മമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, ചിക്കൻ സൂപ്പ്. അതെങ്കിലും കഴിക്കാൻ പറയാം മമ്മയോട്. തരട്ടെ മമ്മ? നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. മമ്മ കഴിക്കേ. എനിക്കൊന്നും വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. അതെങ്ങനെയാ ശരിയാവുന്നേ? ഡാനിക്കും കൂടി വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി. കുളിച്ച് ഫ്രഷായി നല്ല കിടുവായി വന്നേ. ആഹാരം നമുക്കൊന്ന് ഒരുമിച്ച് കഴിക്കാം. വിവേക് കഴിച്ചോ, ഞാനിത് മമ്മയ്ക്ക് കൊടുക്കട്ടെ. ശരി വിവേക്. സോറി മമ്മ. എനിക്ക് അവളുടെ പ്രസൻസ് ഒട്ടും പിടിക്കുന്നില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാ മമ്മ? എങ്ങനെയാ ഞാൻ അയാളോട് പറയാ? മമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഷൂട്ടിംഗ്? എന്ത് ഷൂട്ട്? ആസ് യൂഷ്വൽ, ഒരു ഡയലോഗ്. ശരി സാർ, യെസ് സാർ, അത്ര തന്നെ. മമ്മയുടെ പടക്കം അറിയോ? ഇതുകൂടി നിനക്ക് വേണ്ടി ഒഴിച്ച. എനിക്കൊന്നും വേണ്ട. ഏയ്, ഇതെന്നാ പരിപാടിയാ? കുളിച്ച് ഫ്രഷായി ഇതിട്ടുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, പക്ഷെ എന്റർടൈൻമെന്റുകളൊക്കെ കഴിഞ്ഞിട്ട്. ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? 3-4 ദിവസമായില്ലേ പോയിട്ട്? അവിടെ എന്താ ഭാര്യ ഒന്നിനും സമ്മതിക്കത്തില്ലേ? അതൊരു വഴിപാടല്ലേ മോളെ? അതുപോലാണോ നീ? യു ആർ സംതിങ് വെരി ഹോട്ട്. വേണ്ട, സുഖിപ്പിക്കണ്ട. എണീറ്റേ ചെല്ലേ, എഴുന്നേൽക്ക്. വിട്. ഇങ്ങോട്ട് എണീറ്റേ. വിവേക്, കുളിച്ച് ഫ്രഷായിട്ട് വാ. മടി. എന്നാ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല. ഹലോ, വിവേകേട്ടൻ വല്ല ലേഹ്യം പുറത്ത് മറന്നു വെച്ചായിരുന്നോ? എന്നാ ലേഹ്യം അത്? മോളെടുത്ത് കഴിച്ച അവള് തൂറ്റലോട് തൂറ്റല. പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. വിവേകേട്ടൻ കഴിക്കുന്ന ലേഹ്യമൊക്കെ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു. ഛേ, ആകെ നാണക്കേടായി. നീ ഒന്ന് ഫോൺ വെച്ചേ. കൂടുതലാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. രാവിലെ ഞാൻ കഴിച്ചിട്ട് അലമാരിക്കകത്ത് വെച്ചതാണല്ലോ. പിന്നെ ഏത് ലേഹ്യം എടുത്താണോ കഴിച്ചത്? ഇനി വെക്കാൻ മറന്നാ? അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. കളിക്കില്ല വിവേക്, എനിക്ക് ഉറങ്ങണം. അതിനാണോ ഇപ്പൊ കുറിച്ച് ഫ്രഷായി സുന്ദരിയായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നേ? ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ? എന്നും രാത്രി ഇത് തന്നെ. ഈ പാട്ടല്ലേ മോളെ നമ്മുടെ ഇൻസ്പിറേഷൻ. ഞാൻ എപ്പോഴും പറയുന്നല്ലേ ഈ സ്മെൽ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഈ സ്മെല്ലാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം. നിനക്കതറിയാലോ. ഈ സ്മെല്ലും നിന്റെ ബോഡി സ്മെല്ലും കൂടി ചേരുമ്പോ അതാണ് അതിന്റെ കോമ്പിനേഷൻ. മതി, നിർത്ത് ഭ്രാന്ത്. ഓരോ ഫണ്ട്. നിന്റെ ഈ കുറുമ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്നെന്നെ വേദനിപ്പിച്ച കൊല്ലി ഞാൻ. കൊല്ലണം.
ഹലോ ദിവ്യ, ഞാൻ വിവേകാനന്ദൻ. ഹായ് സർ. ദിവ്യയുടെ ഫാദറിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓ താങ്ക് യു സർ. എന്റെ പ്രത്യേക ഇൻട്രസ്റ്റിലാന്നേ പേപ്പേഴ്സ് എല്ലാം എത്ര പേര് ശരിയായത് അറിയാലോ? ആ അറിയാം, വളരെ ഉപകാരം സർ. ഞാനിപ്പോ പാർലറിലാണ്, കുറച്ച് ലേറ്റ് ആവും. നാളെ വന്ന് വാങ്ങിക്കാം. അത് ബൈപ്പാസിലല്ലേ പാർലർ? ഞാൻ എന്തായാലും ആ വഴിക്ക് വരുന്നുണ്ട്. പേപ്പേഴ്സ് എൻ്റെ ഉണ്ടാവും, നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ലേ സൗകര്യം? അയ്യോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എന്നാ ബുദ്ധിമുട്ട്? നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. ലൊക്കേഷൻ അയച്ചാൽ മതി. ഓക്കെ സർ. ഈ ദിവ്യ ബ്യൂട്ടീഷ്യൻ. ഓ ദിവ്യ മുരളീധരൻ, ഇരിക്കൂ, വിളിക്കൂ. Today you look more pretty. സർ പേപ്പർ. ഓ ഞാൻ മറന്നു. താങ്ക് യു സർ. നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കഴിച്ചാലോ? അയ്യോ സർ, കസ്റ്റമർ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വെറും ഒഫീഷ്യൽ പരിചയം മാത്രമാക്കണ്ട. ഷുവർ സർ. എന്നാ ഞാൻ ചെല്ലട്ടെ? ശരി. മിഥുനെ, ആ വിവേകാനന്ദനല്ലേ ഇത്? ഏത് വിവേകാനന്ദൻ? നമ്മുടെ ഡയാനയുടെ പാർട്ട്ണർ ആണോ? സർ പ്ലീസ്. ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തു പോവും. ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം. നമ്മൾ കാണുന്നതല്ലേ, അയാൾ എങ്ങനെയെങ്കിലും ഒരു പോരും. പിന്നെ എത്ര കാലം വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരിതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും? ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്നാ നടക്കും. പക്ഷേ അവര് സമ്മതിക്കുമോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം. നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല. നമുക്ക് ആഞ്ഞു ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. എന്താ അവരുടെ പേര്? സിത്താര.